പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അത്രമേൽ പ്രധാനപ്പെട്ട ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. വിശുദ്ധവാരം, ആത്മീയമായി ബലപ്പെടാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങൾ. ഈ ദിവസങ്ങളിൽ നമ്മുടെ കൃത്യമായ ശ്രദ്ധയും പ്രാർത്ഥനയുമെല്ലാം വ്യക്തിപരമായ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റിവെക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളൊക്കെ പലവിധ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒത്തിരി കഷ്ടപ്പെട്ട് പ്രാർത്ഥിക്കുന്നവരാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊന്ന് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്താണെന്നറിയാവോ? ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന തൽക്കാലം ഒന്ന് മാറ്റിവെച്ചിട്ട് ഈ ഒരൊറ്റ ആഴ്ചയിൽ നമ്മുടെ ഫോക്കസ് മുഴുവൻ ഒരു സ്പിരിച്വലായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു എംപവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മീയ കൃപയിൽ വളരാനുള്ള വലിയൊരു ദാഹം. ലോകമെമ്പാടും ദൈവജനം പ്രാർത്ഥനയിലാണ്. നമുക്കറിയാം, ഒരിക്കൽ പോലും പള്ളിയിൽ പോകാത്തവനും പോകുന്ന ദിവസങ്ങളാണ് ഓശാനയും ദുഃഖവെള്ളിയൊക്കെ. ഒരിക്കലും കുമ്പസാരിക്കാത്തവനും കുമ്പസാരിക്കാൻ വരുന്ന ദിവസങ്ങളാണ്. പോട്ടാശ്രമത്തിലെ കുമ്പസാരത്തിൻ്റെ തിരക്കൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ജനം ശ്രദ്ധയോടെ ഒരുങ്ങുന്ന ദിവസങ്ങളാണ്. ഈ ദിവസങ്ങളിൽ നമ്മുടെ ഒരു ആഗ്രഹമാണ് ഈ പറയുന്നത്, കിട്ടുന്ന അഭിഷേകം ഒട്ടും നഷ്ടപ്പെടുത്താതെ നന്മയിൽ ആത്മീയമായി വളരുന്നതിനുള്ള സമയമാണ്. അപ്പം ഈ ദിവസങ്ങളിൽ നന്നായിട്ട് നമ്മൾ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഹോളി ലാൻഡൊക്കെ സന്ദർശിച്ചിട്ടുള്ളവർക്കറിയാം, പ്രത്യേകമായിട്ട് ഈ ഓശാന ഞായറിൻ്റെ ആ യാത്ര അവിടെ ചെന്നു കഴിഞ്ഞാൽ അതിസുന്ദരമായി നമുക്ക് അനുഭവിക്കാൻ പറ്റും. ഒലിവ് മലയിൽ നിന്ന് ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് ഏകദേശം ഒരു 2.5 കിലോമീറ്റർ ദൂരമുള്ള ഒരു യാത്രയിലാണ് ഈശോ ഈ ജെറുസലേമിലേക്ക് പോകുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ഇതിൻ്റെ പശ്ചാത്തലം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാവും. യഹൂദരെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട തിരുനാളുകളുണ്ട്. 1 കൂടാര തിരുനാൾ, 2 പന്തക്കുസ്ത തിരുനാൾ, 3 പെസഹ തിരുനാൾ. യഹൂദരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെവിടെയുണ്ടോ അവരെല്ലാവരും ഈ പെസഹ തിരുനാളിന് ജെറുസലേമിലേക്ക് വരും. ജെറുസലേം ദേശത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് ഒഴുകിയെത്തും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10,000-കണക്കിന് ജനം തിങ്ങിക്കൂടി ജെറുസലേം ദേവാലയത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. നിങ്ങളതൊന്ന് മനസ്സിൽ കണ്ടേ. അതായത് ഒരു ദേശത്ത് മുഴുവൻ ഇങ്ങനെ ജനം ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്നു. ഈ ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് ഈ 2.5 കിലോമീറ്റർ സമയത്ത് ഒരു കഴുതപ്പുറത്ത് നടത്തിയ യാത്ര നമ്മൾ ധ്യാനിക്കുമ്പോൾ ഓർത്തോണം, ജനക്കൂട്ടം അത്രമേൽ നിബിഡമാണ്. അതുകൊണ്ടാണ് സാവധാനത്തിലാണ് യാത്ര. പെട്ടെന്നൊന്നും ഓടിച്ചെല്ലാൻ മേല, തുറന്ന സ്ഥലമല്ല, അത്രമേൽ ജനക്കൂട്ടമുണ്ട്. ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലൂടെയാണ് ഈശോ ജെറുസലേമിലേക്ക് കടന്നു ചെല്ലുന്നത്. അപ്പം ഈ പെസഹ തിരുനാളിന് യഹൂദരെല്ലാവരും, ഈശോ യഹൂദനാണ്, സ്വാഭാവികമായിട്ടും ഈ തിരുനാളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അത്രമേൽ ആഗ്രഹിച്ച ജനത്തിൻ്റെ കൂടെയാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ അറിഞ്ഞിരിക്കണം. ഈശോ ഈ ജെറുസലേമിലേക്കുള്ള യാത്ര ആരംഭിക്കുമ്പോൾ ഈശോയുടെ അവസ്ഥ എന്താണെന്നറിയാവോ? ഈശോയ്ക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് അച്ചടിച്ചിട്ടുണ്ട്. ഇവനെ കൊല്ലണം. അതെ, ഈശോയ്ക്കെതിരെ അതിശക്തമായി അധികാരികൾ ചില പദ്ധതികൾ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു വശത്ത്. അപ്പം മറുവശത്ത് ജനം ഈശോയിൽ കാണുന്നൊരു ചിത്രമുണ്ട്. ഈശോ ഈ ദേശത്തിൻ്റെ രാജാവായിട്ട് വരും. ഇപ്പോഴുള്ള ഈ രാഷ്ട്രീയ മതപരമായ ഈ മൊത്തത്തിലുള്ളതിനെ തകർത്തുകൊണ്ട് ഈശോ രാജാവായിട്ട് വരും. അതുകൊണ്ടാണ് ജനം മുഴുവൻ നിന്ന് വിളിച്ചത് എന്ത്? ഹോസാന എന്ന് പറഞ്ഞ അർത്ഥം പറ.
രക്ഷിക്കണേന്ന്. ഇവരെന്തിനോർത്തോണ്ടേ രക്ഷിക്കണേന്ന് പറഞ്ഞേ? ഇപ്പോൾ ഉള്ള ഈ ഭരണസമിതിയെ തച്ചുടച്ച് ഒരു പുതിയ സംവിധാനം, രാഷ്ട്രീയ സംവിധാനം ഈ ദേശത്തുണ്ടാവണം. അപ്പൊ ഈ ജനം നിന്നുകൊണ്ട് രണ്ട് വശത്ത് നിന്നുകൊണ്ട് രക്ഷിക്കണേ ഓശാന എന്നൊക്കെ പറഞ്ഞ് ആർപ്പ് വിളിക്കുന്നു. ഈശോ ദേ ഈ യാത്ര മുന്നോട്ട് നീങ്ങുന്നു. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ചേ. ജെറുസലേം ദേവാലയത്തിന്റെ ഇടതുവശത്തോട് അതായത് ജെറുസലേം പ്രദേശത്ത് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ ഇടതുവശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് ദേവാലയത്തിലേക്കാണ്. വലതുവശത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അത് സീസറിന്റെ അധികാരപരിധിയിലുള്ള പീലാത്തോസിന്റെ അരമനയിലേക്കാണ്. പട്ടാളം മുഴുവൻ നിൽക്കുവാണ്. ജനത്തിന്റെ പ്രതീക്ഷ എന്താ? ഒന്ന് ചിന്തിച്ചേ. ജനത്തിന്റെ പ്രതീക്ഷ ഈശോ ഈ ആർപ്പുവിളികളും ബഹളങ്ങളുമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. എന്നിട്ട് ദേ വലതുവശത്തേക്ക് തിരിഞ്ഞ് പീലാത്തോസിന്റെ കൊട്ടാരത്തിലോട്ട് ചെല്ലുന്നു. പട്ടാളക്കാരെ എല്ലാം നിഷ്പ്രഭമാക്കുന്നു, അധികാരം പിടിക്കുന്നു. അതോടുകൂടി ഞങ്ങളുടെ ദേശം രക്ഷപ്പെട്ടു, രാഷ്ട്രീയപരമായും മതപരമായും രക്ഷപ്പെട്ടുവെന്ന് സാധാരണക്കാര് വിശ്വസിച്ചു, ചിന്തിച്ചു. അതുകൊണ്ടാണ് അവരവിടെ നിന്ന് കൈയടിച്ചതും പാട്ടുപാടിയതും ഓശാന വിളിച്ചതും. നമ്മളൊക്കെ ചില രാഷ്ട്രങ്ങളിലെ അധികാരം പട്ടാളം പിടിച്ചു എന്നൊക്കെ നമ്മൾ ഈ നാളുകളിലൊക്കെ വായിക്കുന്നുണ്ടല്ലോ. എന്നതുപോലെ ഇവര് വിചാരിച്ചത്, ജനം വിചാരിച്ചത് ഈശോ ചെന്നാൽ ഈ രാജ്യം മൊത്തം അങ്ങോട്ട് പിടിച്ചടക്കാൻ പോവാണ്. കാരണം നിസാരക്കാരനല്ലല്ലോ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവനല്ലേ. എന്നാൽ ഈ യാത്രയുടെ മുന്നോട്ട് നീങ്ങുമ്പോൾ ഒരു അതിശക്തമായിട്ടുള്ളൊരു ട്വിസ്റ്റ് ഉണ്ട്. അതെവിടെയാണെന്നറിയാവോ? ജെറുസലേമിന്റെ ദേവാലയത്തിന്റെ മുൻവശത്ത് എന്നിട്ട് ഈശോ പീലാത്തോസിന്റെ അരമനയിലേക്കും പട്ടാള ഭരണത്തിലേക്കുമല്ല ഈശോ പോയത്. ഈശോ നേരെ തിരിഞ്ഞു. എങ്ങോട്ട്? ദേവാലയത്തിലേക്ക് തിരിഞ്ഞു. അപ്പൊ ആർക്കിഷ്ടപ്പെട്ടില്ല? കൂടെ നിന്ന് അത്രയും നേരം ജയ് വിളിച്ചവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്നതാ പരിപാടി? ഞങ്ങൾ ഇത്രയും നേരം രാജാവെന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് വന്നവൻ ദേ അവൻ അങ്ങോട്ട് പോകേണ്ടതിന് പകരം, ഈ അധികാരത്തെ പിടിച്ചടക്കി ഈ രാജ്യം ഭരിക്കേണ്ടതിന് പകരം ഇവൻ ദേ വഴിമാറി ദേവാലയത്തിലേക്ക് പോയി. എന്നാ പരിപാടിയാ? അന്ന് മുതൽ ജനം ഒരു ദുഃഖവെള്ളിക്ക് വേണ്ടി ഒരുങ്ങുന്നുണ്ട്. എന്തു മനസ്സിലായി? ദേ നമ്മുടെ ജീവിതം ഇങ്ങനെയൊക്കെ തന്നെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ചുറ്റും നിന്നുകൊണ്ട് കൈയടിക്കുന്ന, ഓശാന പാടുന്ന, ആരവം മുഴക്കുന്ന, കൂടെ ഉണ്ടാകും ചങ്ക് ബ്രോ എന്നൊക്കെ പറയുന്നവൻ ഉണ്ടാവുമോ? ഉണ്ടായിട്ടുണ്ടോ? അല്ല, നിങ്ങൾ ചിന്തിച്ച നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ ഒരു അപകടകരമായ ഒരു അവസ്ഥയിൽ നിങ്ങളുടെ കൈയടിച്ചവരും ആരവം മുഴക്കിയവരും കൂടെ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല. അന്ന് ഇത് ഓശാനയും ദുഃഖവെള്ളിയും ഇത് തന്നെയാണ്. അതേ ജനം ഓശാന പാടി രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് പാട്ടും പാടി കുരുത്തോലകളൊക്കെ വീശിയ അതേ ജനം 2-3 ദിനങ്ങൾ കഴിയുമ്പോൾ കഥ മാറ്റും. എന്തു പറയും? ഇവനെ ക്രൂശിക്കുക. ഇത് ശ്രദ്ധിച്ചോണം. നിന്റെയും എന്റെയും ജീവിതത്തിൽ എൻ്റെ കൂടെയുണ്ടാകും, എന്നെ മനസ്സിലാക്കും, എന്നെ അത്രമേൽ ഇഷ്ടമാണ് അല്ലേ? പക്ഷേ ഒരാവശ്യം വരുമ്പോ ഉണ്ടായില്ല. ഒരാവശ്യം വരുമ്പോ ഇട്ടിട്ട് പോകും. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഈശോ എടുത്ത നിലപാട് നാട്ടുകാരെ തൃപ്തിപ്പെടുത്തുന്ന നിലപാടല്ല, മറിച്ച് പിതാവായ ദൈവത്തിന്റെ നിലപാട്. പിതാവായ ദൈവം പറഞ്ഞ കാര്യം എടുക്കാനായിട്ടൊരു തീരുമാനമെടുത്തു. ഇന്ന് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്, യേശു എന്റെ ജീവിതത്തിലെ രാജാവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശു എന്റെ രാജാവാണ്. വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ്, യേശു എന്റെ രാജാവാണ്. യേശുവിന്റെ രാജാവാണ്. യേശുവിന്റെ രാജാവാണ്. ഇത് വെറുതെ ആഘോഷങ്ങളല്ല, മറിച്ച് തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കേണ്ട ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും മുട്ടുകുത്താം. ആരാധനയുടെ ഗീതം പാടാൻ പോവാണ്. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ പ്രഖ്യാപനമാണ്. ഈശോ എൻ്റെ ജീവിതത്തിൻ്റെ രക്ഷകനും നാഥനുമാണ്. കരങ്ങൾ കൂപ്പിക്കേ. നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും വീഴ്ചകൾ വന്നിട്ടുണ്ട്. ഈശോയെ, പലതിനെയും ഞാൻ രാജാവായി കണ്ടു എന്ന് പറഞ്ഞാൽ 1-ാം സ്ഥാനം പലതിനും കൊടുത്തു. മാപ്പ് ചോദിക്കുന്നു. ഈശോയെ, അങ്ങാണ് എൻ്റെ രക്ഷകനും നാഥനും. കരങ്ങൾ കൂപ്പി
ഭക്തിപൂർവ്വം നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. യേശു എൻ്റെ രക്ഷകനാണ്, എൻ്റെ രാജാവാണ്. ഈ പരിശുദ്ധ അൾത്താരയിലേക്ക് നമ്മുടെ ശ്രദ്ധ. ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ ഒന്നാം സ്ഥാനം അങ്ങേക്കാണ്. അങ്ങ് കഴിഞ്ഞിട്ട് മതി വേറെ ഒന്നും. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണെന്നും യേശു ദൈവമാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ കരങ്ങൾ നീട്ടി. പ്രഖ്യാപിക്കുന്നു. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. യേശുവേ രക്ഷക, കർത്താവേ നാഥനേ, യേശുവേ രക്ഷക, കർത്താവേ നാഥനേ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പാടാം. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, എൻ്റെ രക്ഷകനും നാഥനുമായവനെ, തിരുമുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ശ്രദ്ധ നഷ്ടപ്പെട്ടു പോയി. പല കാര്യങ്ങളിലും എൻ്റെ ജീവിതം മുടക്കി. അതാണ് പ്രധാനപ്പെട്ടതെന്ന് ഞാൻ ചിന്തിച്ചു പോയി. ഓ കർത്താവേ, ഈ ആരാധന സമയം അങ്ങയുടെ തിരുമുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അത്ഭുതകരമായി ഇടപെടണമേ, ആഗ്രഹിക്കണം. കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കി പ്രാർത്ഥിക്കും. യേശു സ്രഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. യേശു കർത്താവാണ്. പഠിക്കേ. യേശു സൃഷ്ടാവാണെന്നും ആമേൻ. യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഒരിക്കൽ കൂടെ ചേർന്ന് പഠിക്കേ. യേശു യേശു സ്രഷ്ടാവാണെന്നും പാലകനാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. പ്രഖ്യാപിക്കുന്നു. പഠിക്കേ. യേശു സൃഷ്ടാവാണെന്നും യേശു പാലകനാണെന്നും ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ഞാൻ പ്രഖ്യാപിക്കുന്നു. കരങ്ങൾ ഉയർത്തി യേശുവേ യേശുവേ രക്ഷക വിളിച്ചേ. രക്ഷക, കർത്താവേ കർത്താവേ നാഥനേ, വിളിച്ചേ. യേശുവേ യേശുവേ സ്വരമുയർത്തി. രക്ഷക, കർത്താവേ കർത്താവേ നാഥനേ. ഒരിക്കൽ കൂടെ സ്വരമുയർത്തി വിളിക്കാം. യേശുവേ രക്ഷക, കർത്താവേ കർത്താവേ നാഥനെ നാഥനേ, വിളിച്ചേ. സ്വരമുയർത്തി. യേശുവേ രക്ഷക, രക്ഷക, കർത്താവേ കർത്താവേ നാഥനേ. കൈയടിച്ചു പാടിക്കേ. യേശുവേ കൈയടിച്ച്. രക്ഷക, കർത്താവേ നാഥനേ, ചേർന്ന് പാടി. യേശുവേ രക്ഷക, രക്ഷക, കർത്താവേ നാഥനേ. ആമേൻ. യേശുവേ ഓ കർത്താവേ, രക്ഷക, രക്ഷകന് നാഥനുമായി ഞങ്ങൾ ഏറ്റെടുക്കുന്നു. കർത്താവേ നാഥനേ, യേശുവേ യേശുവേ രക്ഷക, കർത്താവേ. കർത്താവേ നാഥനേ. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയേ. എല്ലാവരും സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. നാവ് തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിക്കട്ടെ. ഓ കർത്താവേ,
ഓ കർത്താവേ, ഓ കർത്താവേ, ഓ കർത്താവേ, എന്റെ രക്ഷകരും നാഥനുമായി അങ്ങേ ഞാൻ പ്രഖ്യാപിക്കുന്നു. കർത്താവേ, ഞാൻ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, 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 സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. കരങ്ങൾ കൂപ്പി ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നീ മനസ്സിൽ കാണണം, നിന്റെ മുമ്പിൽ ഈശോ ഇതാ നിൽക്കുന്നു. ഓശാന ജൈവിളികളുടെ മധ്യേ വിജയശ്രീ ലാളിതനായി നിൽക്കുന്ന ഈശോ, നിന്റെ മുമ്പിൽ ഈശോ നിന്ന് നിന്നോട് ചോദിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ആർക്കാണ്? നമ്മൾ ഓരോരുത്തരും ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. എന്തിനാണ് എൻ്റെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത്? പലപ്പോഴും നമ്മൾ ഒന്നാം സ്ഥാനം കൊടുക്കുന്നത് ഒരുപക്ഷെ ചില വ്യക്തികൾക്കായിരിക്കും. ചില വ്യക്തികൾക്ക് അത്രമേൽ നമ്മൾ പ്രാധാന്യം കൊടുക്കും. ഇതാ ഈശോ നിന്നോട് പറയുന്നു, നീ വളരെ ശ്രദ്ധിക്കണം. നീ ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത് എന്തിനാണ് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. യേശുവാണ് നിന്റെ രക്ഷകനും രാജാവും. ഈശോയ്ക്ക് ഒന്നാം സ്ഥാനം കൊടുക്കണം. അതോ ഏതെങ്കിലും വ്യക്തികൾക്കാണോ നീ ഒന്നാം സ്ഥാനം കൊടുത്തിരിക്കുന്നത്? നിന്റെ ജീവിതത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ട ചില ആളുകൾ, ചില വ്യക്തികൾ നിന്റെ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവും. പലപ്പോഴും ചിന്തിക്കും, അവര് മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ആൾ. നമ്മുടെ സമയവും കാര്യങ്ങളും പലപ്പോഴും ആ ഒരു വിഷയത്തിനും വ്യക്തിക്കും കൊടുക്കാറുണ്ട്. യേശുവിനേക്കാൾ പ്രാധാന്യം നീ അപ്രകാരം ഏതെങ്കിലും വ്യക്തിക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം, നിന്റെ വിശ്വാസപരമായി ഒരു വീഴ്ചയാണത്. ഈശോയെ, എനിക്ക് തെറ്റുപറ്റി, ഞാൻ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ പണത്തിനാണോ നീ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടുള്ളത്? നിന്റെ ജീവിതത്തിൽ നീ ഒന്നാം സ്ഥാനം സമ്പത്ത്, പണം. നീ ചിന്തിച്ചു നോക്കിക്കേ, പണം പ്രധാനപ്പെട്ടതാണ്, പക്ഷേ അത് ഒന്നാം സ്ഥാനത്താവാൻ പാടില്ലല്ലോ. എന്നാൽ പലപ്പോഴും നമ്മുടെ ചിന്തയും നമ്മുടെ അധ്വാനവും നമ്മുടെ സമയവുമെല്ലാം നമ്മൾ ഈ പണത്തെക്കുറിച്ച് ചിന്തിച്ചാണോ ജീവിക്കുന്നത്? ഈശോയെ, നിനക്ക് കൊടുക്കേണ്ട സ്ഥാനം പലപ്പോഴും പണത്തിന് കൊടുത്തിട്ടുണ്ട്, മാപ്പ് ചോദിക്കുന്നു. ഒരു വ്യക്തിയെ ഒരുപക്ഷെ പരിചയപ്പെടുമ്പോഴും സ്നേഹിക്കുമ്പോഴുമെല്ലാം ആ വ്യക്തിയിൽ നിന്ന് എന്ത് കിട്ടുമെന്ന് ചിന്തിച്ച് പലപ്പോഴും നമ്മൾ പെരുമാറിയിട്ടുണ്ട്. ഇയാളെ കൊണ്ട് എന്ത് ഗുണം, ഇയാളോടുള്ള ബന്ധത്തിൽ എനിക്ക് എന്ത് മെച്ചം? എൻ്റെ പ്രിയപ്പെട്ടവരെ, വ്യക്തികളെ വസ്തുവായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈ സമയം ഈശോയുടെ മുമ്പിൽ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന ചില അധികാരങ്ങൾ, ഞാൻ എന്തോ ആണെന്നുള്ള ചിന്ത. കർത്താവ് നമുക്ക് പല കഴിവുകൾ തന്നിട്ടുണ്ടാവും. ഒരുപക്ഷെ പ്രസംഗിക്കാനും പാട്ടുപാടാനും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കും കുടുംബനാഥനും കുടുംബനാഥയും നിനക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ. അത് ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. അത് ദൈവത്തിൻ്റെ സ്ഥാനത്തല്ല, തന്നത് മാത്രമാണ്. എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കപ്പെടാനുള്ളതാണ് തന്നത്. കർത്താവേ, പലപ്പോഴും ഈ കഴിവുകൾ കൊണ്ട് പലപ്പോഴും ഞാൻ എന്തോ ആണെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവം തന്നതേ നമ്മുടെ ജീവിതത്തിലുള്ളൂ. ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നമ്മുടെ അവകാശത്തിൽ പെട്ടതല്ല. തമ്പുരാൻ കർത്താവിൻ്റെ ഔദാര്യമാണിത്.
ഓ കർത്താവേ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിതത്തെയാണ് കർത്താവെ ഞാൻ സമർപ്പിക്കുന്നത്. പലപ്പോഴും വിശ്വാസ മേഖലയിൽ തെറ്റുപറ്റിപ്പോയി. 24 മണിക്കൂറും മക്കളെക്കുറിച്ച് മാത്രം, ജീവിത പങ്കാളിയെക്കുറിച്ച് മാത്രം, എൻ്റെ വീട്, എൻ്റെ കാര്യം, എൻ്റെ ജോലി, എൻ്റെ പണം, എൻ്റെ കാര്യം മാത്രം ചിന്തിച്ചു. കർത്താവെ, അങ്ങേക്ക് നൽകേണ്ട പ്രാധാന്യം ഞാൻ നൽകിയില്ല. മാപ്പ് ചോദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് മുമ്പിൽ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുക. 2 കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ചോളൂ. നീ നിന്നെ തന്നെ സമർപ്പിക്കും, നിന്റെ ശരീരം, മനസ്സ്, ആത്മാവ്. കർത്താവെ, ഞാനെന്ന ഒരു വ്യക്തിയെ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ മുമ്പിൽ ഞാൻ അടിയറവ് വയ്ക്കുന്നു. കർത്താവെ, അങ്ങ് തന്നത് മാത്രമേ എൻ്റെ ജീവിതത്തിലുള്ളൂ. കർത്താവെ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. എനിക്ക് പറ്റിപ്പോയ തെറ്റുകളെ ഓർത്ത് ഞാൻ മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എൻ്റെ മേൽ അങ്ങ് കരുണയായിരിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൻ്റെ മേൽ അങ്ങ് കരുണയായിരിക്കണം. കർത്താവെ, അങ്ങ് എന്നിൽ ഇടപെടണം. എന്നെ ഒരിക്കലും തള്ളിക്കളയല്ലേ. എനിക്ക് ഒത്തിരി തെറ്റുകൾ പറ്റിപ്പോയി. കർത്താവെ, മാപ്പ് ചോദിച്ചു പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഈശോയെ, ഈശോയെ, അങ്ങയുടെ മുമ്പിൽ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമർപ്പണത്തിൻ്റെ ഈ ഈരടികൾ പാടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ കർത്താവെ, എൻ്റെ ശരീരത്തെ ഞാൻ സമർപ്പിക്കുന്നു. മനസ്സിലെ വികാര വിചാരങ്ങളെ സമർപ്പിക്കുന്നു. എൻ്റെ ജീവിതത്തെയാണ് ഞാൻ സമർപ്പിക്കുന്നത്. ഓ കർത്താവെ, എന്നെ തന്നെ സമർപ്പിക്കുന്നു. കണ്ണുകളടച്ച് 2 കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച്, കർത്താവെ, എന്നെ ഞാൻ സമർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു, കാഴ്ചയായി അർപ്പിക്കുന്നു. ചേർന്ന് പാടാമോ എല്ലാവരും? നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായി അർപ്പിക്കുന്നു. ഓ കർത്താവേ, കാഴ്ചയായി അർപ്പിക്കുന്നു. 2 കരങ്ങളും നെഞ്ചോട് ചേർത്ത്, നാഥാ നീ കൈക്കൊള്ളണമേ, നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. ചേർന്ന് ഒച്ചത്തിൽ പാടിക്കേ. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. 2 കരങ്ങളും കുരിശാകൃതിയിൽ വിരിച്ചു പിടിച്ച്, നാഥാ നീ മാറ്റണമേ, നാഥാ നീ മാറ്റേണമേ. കരങ്ങൾ ഇങ്ങനെ വിരിച്ചു പിടിച്ച് പാടിക്കോ. എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. ചേർന്ന് പാടിക്കേ. നാഥാ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. 2 കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും തങ്ങളുടെ ജീവിതം ഒന്ന് സമർപ്പിച്ച് യേശുവിന്റെ കൈകളിലേക്ക് സമർപ്പിച്ച്, നമ്മുടെ ഭാരവും നമ്മുടെ ദുഃഖവും നമ്മുടെ ജീവിത നിയോഗങ്ങളെ സമർപ്പിച്ച്, നമ്മളെന്താണോ അത് ഈശോയ്ക്ക് കൊടുത്ത് എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഞങ്ങൾ വിശ്വസിക്കുന്നു
ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവിന്റെ ആത്മാവിന്റെ ഫലമായി ഇടപെടട്ടെ. ഈശോ ആരാധന 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 ഹല്ലേലൂയ. ഓ ദൈവമേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന കർത്താവേ. ഈശോയേ യേശുവേ